ആ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ മുൻപിൽ ആ, ആ, ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ഉലകത്തിൽ ഒരു ശക്തിക്കും ആ, നിൽക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ഒരു ശക്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ കൂടെയാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഉപവാസ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് ആരംഭിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 25 പ്രാർത്ഥനകളുടെ ആദ്യത്തെ പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 25 പ്രാർത്ഥനകൾ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ പ്രാർത്ഥന ഏകാന്ത പ്രാർത്ഥനയാണ്, തനിച്ചുള്ള പ്രാർത്ഥനയാണ്. അത് 9 പ്രാവശ്യം കർത്താവ് തനിച്ച് പോയിരുന്ന് പ്രാർത്ഥിച്ചതായി വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 9 times ജീസസ് റിട്രീറ്റഡ് ടു ബി അലോൺ വിത്ത് ഗോഡ്. റിട്രീറ്റഡ് എന്നുള്ള ഒരു പേരാണ് വേദപുസ്തക വിശാരദന്മാർ ഈ പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ടൈറ്റിലാണത്. ഈ റിട്രീറ്റ് സെന്റർ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, അല്ലേ? വടക്കേന്ത്യയിലുണ്ട് റിട്രീറ്റ് സെന്റർ. ഈ റിട്രീറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, പിൻവാങ്ങുന്ന സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു മനുഷ്യൻ അവന്റെ ബദ്ധപ്പാടുകളിൽ നിന്ന്, തിരക്കുകളിൽ നിന്ന് അല്പസമയം ഒന്ന് പിൻവാങ്ങി സ്വസ്ഥമായിരുന്ന് പുതുക്കപ്പെടുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് റിട്രീറ്റ് സെന്റർ. കാത്തലിക്സിനൊക്കെ റിട്രീറ്റ് സെന്റർ ഉണ്ട്. പെന്തക്കോസ്തുകാർക്ക് കുറവാ. കാത്തലിക്സിന് റിട്രീറ്റ് സെന്റർ ഉണ്ട്, മർത്തോമാക്കാർക്ക് റിട്രീറ്റ് സെന്റർ ഉണ്ട്, പല സമൂഹങ്ങൾക്ക് റിട്രീറ്റ് സെന്റർ ഉണ്ട്. റിട്രീറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മളത് പുതുക്കം പ്രാപിക്കുന്ന സ്ഥലം, നമ്മളൊന്ന് പിൻവാങ്ങുന്ന സ്ഥലം, നവീകരിക്കപ്പെടുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവായ യേശു ക്രിസ്തു പിൻവാങ്ങി പുതുക്കപ്പെടാൻ, പിതാവിനോടൊന്നിച്ച് ഇരിക്കുവാൻ കണ്ടെത്തിയ ആ പ്രാർത്ഥന നിരതമായ അനുഭവത്തെ കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെ ഒരു റിട്രീറ്റ് സെന്റർ ഉണ്ടാകണം. എല്ലാവർക്കും ഒരു റിട്രീറ്റ് സെന്റർ ഉണ്ടാകണം. നമ്മുടെ വീടായിരിക്കട്ടെ, വീടിന്റെ മുകൾ ഭാഗം ചത്തിലായിരിക്കട്ടെ, അടുക്കളയായിരിക്കട്ടെ, അല്ലെങ്കിൽ വീടിന്റെ മുൻപിലുള്ള ചെറിയ പൂന്തോട്ടമായിരിക്കട്ടെ, എവിടെയെങ്കിലും ഒരു റിട്രീറ്റ് സെന്റർ നമുക്കുണ്ടാകണം. നമ്മുടെ മനസ്സിനെ ആശ്വസിക്കുവാൻ, കർത്താവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുവാൻ, നമ്മുടെ ഹൃദയത്തിലെ ദുഃഖങ്ങളെ പകർന്നു വയ്ക്കുന്ന ഒരു പാത്രമായി നമുക്കൊരു പിൻവാങ്ങുന്ന, നവീകരിക്കപ്പെടുന്ന ഒരു സ്ഥലം നമുക്കുണ്ടാകണം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു, തനിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ആദ്യത്തെ വാക്യം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യമാണ്. അത് നമ്മൾ വിശദമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു. ദൂതന്മാര് അവനെ ശുശ്രൂഷിച്ചു പോന്നു എന്നുള്ള വാക്യം നമ്മൾ വായിച്ചു. അതാണ് ആദ്യത്തെ സംഭവം. ഈ 9 വാക്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ്. മർക്കോസ് 1:12 നമ്മൾ ആദ്യം വായിച്ചത്. ഇന്ന് അതേ സുവിശേഷം തന്നെ, മർക്കോസിന്റെ സുവിശേഷം തന്നെ, 1-ാമത്തെ അധ്യായം 31, 32, 33, 34 ആ വാക്യങ്ങളൊന്ന് വായിക്കാം. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടു. മർക്കോസ് 1:31. മർക്കോസ് 1:31 ആയിരുന്നു. മർക്കോസ് 1:31 വായിച്ചത്. അതെ അതെ, മാർക്ക് ആണോ? വായിച്ചു. മാർക്ക് 1:31. 1:31. അവർ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് 1:31. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. 32. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നു കൂടിയിരുന്നു. നാനാ വ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി, അനേകം ഭൂതങ്ങളെയും പുറത്താക്കി.
ഭൂതങ്ങൾ അവനെ അറിഞ്ഞുകൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. 35. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. മതി. 34 വാക്യമാണ്. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. 31 വാക്യം ആരംഭിക്കുന്നത് 32 വാക്യം ആരംഭിക്കുന്നത് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. 32 അല്ലേ? 32 വൈകുന്നേരം. ഇപ്പം 32 വാക്യത്തിൽ വായിക്കുന്നത് വൈകുന്നേരം എന്നും 34 വാക്യത്തിൽ വായിക്കുന്നത് അധികാലത്ത് ഇരുട്ടോടെ എന്നും ആരംഭിക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ? അതാണ് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം. ആഫ്റ്റർ ആൻ എക്സോസ്റ്റിംഗ് ഡേ ഓഫ് മിനിസ്ട്രി ടു ദ സിക്ക്, രോഗികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയുടെ ക്ഷീണിപ്പിക്കുന്ന ഒരു ദിവസത്തിന് ശേഷമുള്ള ഒരു പ്രഭാത പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. സോ ആൻ എക്സോസ്റ്റിംഗ് ഡേ ഓഫ് മിനിസ്ട്രി, എക്സോസ്റ്റിംഗ് ഡേ, വളരെ തിരക്കുള്ള ഒരു സന്ധ്യായാമം. ധാരാളം രോഗികൾ യേശുവിനെ കാണുവാനായിട്ട് വരുന്നു. ധാരാളം രോഗികളെ ആളുകൾ കൊണ്ടുവരുന്നു. വ്യാധിയുള്ള ആളുകൾ, ഭൂതങ്ങളാൽ പിടിക്കപ്പെട്ട ആളുകൾ, ധാരാളം ആളുകൾ. 32 വാക്യം എഴുതിയിട്ടുണ്ട്. പട്ടണമൊക്കെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ വാതിക്കൽ വന്നുകൂടിയിരുന്നു. പട്ടണം മുഴുവൻ ഇളകി വരികയാണ്. അവൻ ആ വാതിൽക്കൽ വന്നുകൂടിയിരുന്നു. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുക കൊണ്ട് സംസാരിപ്പാൻ അവയെ അനുവദിച്ചില്ല. ഇതുപോലെ തിരക്കുള്ള ഒരു സന്ധ്യായാമം, വളരെ തിരക്കുള്ള ഒരു സന്ധ്യായാമം. ഇങ്ങനെ ശുശ്രൂഷിക്കുന്നതിന് ഞാൻ എബ്രായ ഭാഷയിൽ പറയുന്ന ഒരു പേരുണ്ട്, ടിക്കും ഒലാം. ഇത് എപ്പോഴും ഓർത്തിരിക്കണം. കർത്താവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടിക്കും ഒലാം. യെശയ്യാവ് 61 1, 2, 3 വാക്യങ്ങളൊക്കെ വായിക്കുന്നതാണ്. റിപ്പയറിംഗ് ദ ബ്രോക്കൺ വേൾഡ്, റിപ്പയറിംഗ് ദ ബ്രോക്കൺ വേൾഡ്. തകർന്ന മനുഷ്യരെ, മനസ്സ് തകർന്നവരെ, ശാരീരികമായി തകർന്നവരെ, എല്ലാ നിലയിലും തകർന്നു പോയ ഒരു സമൂഹത്തെ അത് എങ്ങനെ ആയിരിക്കണമോ അതേ രീതിയിലേക്ക് കർത്താവ് പടുത്തുയർത്തുകയാണ്. അങ്ങനെ രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിതനായ ഒരു യേശുവിനെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് കാണേണ്ടത്. പക്ഷേ വേദപുസ്തകത്തിൽ 24 വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ചെയ്യുന്നത് എന്തെന്ന് കാണാമോ? എന്തെന്ന് വായിക്കുന്നു? അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കർത്താവിന്റെ വേല ചെയ്യുന്നവരും അറിയേണ്ടതായ ഒരു കാര്യം, ദ ഡേ സ്റ്റാർട്ട്സ് വിത്ത് പ്രയർ. The ministry starts with prayer. If you want to see a miracle, you start with a word of prayer. പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്ന ദിവസം സ്തോത്രത്തോടെ സമാപിക്കുവാനിടയായിത്തീരും. പ്രാർത്ഥനയോടെ ദൈവത്തിൽ അർപ്പിച്ച് ആരംഭിക്കുന്ന ഒരു ദിവസം അത്ഭുതങ്ങളോടുകൂടെ അവസാനിക്കുവാനിടയായിത്തീരും. ഈ സ്ഥലം കഫർനഹൂം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കഫർനഹൂം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിരുന്നു. ആ ഹോംവർക്ക് ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷിച്ച 4 സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആ 4 സ്ഥലം മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന് അടിവരെ ഇട്ട് വെച്ചിട്ട് മണ്ണ് മടക്കി വെച്ചാണെന്നാണ് തോന്നുന്നത്. 4 സ്ഥലം. അപ്പൊ ആ 4 സ്ഥലത്ത് കർത്താവിനുണ്ടായ വെല്ലുവിളികളും 4 സ്ഥലത്തുണ്ടായ ശുശ്രൂഷകളും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നമ്മളെ കർത്താവിന്റെ വേല ചെയ്യുന്നവരാണല്ലോ. നമ്മളെല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. അതുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ സമയം ജോലിയൊക്കെ വിട്ട് ചെയ്യുന്നത് മാത്രമല്ല, കർത്താവിന്റെ വേല ചെയ്യുന്നതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് മിനിസ്ട്രി, അവരെ പ്രാർത്ഥിച്ച് സഹായിക്കുക,
അവർ പോകുന്ന കാര്യങ്ങൾ വിജയകരമായിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നതും ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കും ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് ഒരാശ്വാസമാകുമെന്ന് ഞാൻ കാണുകയാണ്. കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കഫർന്നഹൂം. കഫർന്നഹൂം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഇവിടെ എഴുതാം. കഫർന്നഹൂം എന്നുള്ളതിന്റെ സ്പെല്ലിങ് പലപ്പോഴും ഇംഗ്ലീഷിൽ അത് തെറ്റി അവിടെ എഴുതുന്നത്, അതുകൊണ്ട് അത് ഒന്ന് പറയുകയാണ്. ഇതുകൊണ്ടോ ഇങ്ങനെയാണ് കഫർന്നഹൂം എന്ന് എബ്രായ ഭാഷയിൽ എഴുതുന്നത്. ചാറ്റിൽ കിട്ടുന്നുണ്ടോ? ഇങ്ങനെയാണ് കഫർന്നഹൂം എന്ന് എഴുതുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ അത് എഴുതുമ്പോൾ എനിക്ക് തോന്നുന്ന ഇംഗ്ലീഷിൽ അതിന്റെ സ്പെല്ലിങ് CAPER എന്നാണ് എഴുതാറുള്ളത്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിലെ KJVയിലൊക്കെ CAPER എന്നാണ് എഴുതാറുള്ളത്. അത് ഇംഗ്ലീഷ് വൽക്കരിക്കപ്പെട്ട ഒരു വാക്കാണ്. കഫർ എന്നുള്ള വാക്ക് അങ്ങനല്ല. KAFAR എന്ന വാക്കിന്റെ അർത്ഥം. കഫർ നഹൂം എന്ന വാക്ക്. കഫർ നഹൂം എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫ് നഹൂം എന്ന വാക്ക് കേട്ടോ. വില്ലേജ് ഓഫ് നഹൂം, നഹൂമിന്റെ വില്ലേജ് എന്ന ആ വാക്കിന്റെ അർത്ഥം. ഈ കഫർനഹൂമിന് വളരെ പ്രത്യേകതയുണ്ട്. ജീസസ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ്. യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് കഫർനഹൂം. 9 അത്ഭുതങ്ങൾ കർത്താവോട് വെച്ച് ചെയ്തിട്ടുണ്ട്. 9 അത്ഭുതം. ഇതിന്റെ കോണ്ടസ്റ്റ് ഞാൻ പറഞ്ഞാൽ ഏത് വാക്യം വായിച്ചാലും ഇതിന്റെ കോണ്ടസ്റ്റ് അറിയണം. പശ്ചാത്തലം അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ കഫർനഹൂമിന്റെ പശ്ചാത്തലം അറിയണം. അപ്പൊ കഫർനഹൂമിലേക്ക് വരുന്നതിന് മുമ്പ് കർത്താവായ യേശുക്രിസ്തു എത്ര സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്തതായി വേദപുസ്തകം പറഞ്ഞിട്ടുണ്ടെന്ന് ഒന്ന് പറയാമോ? എന്തൊരു മൗനം! കർത്താവ് എന്തോ അല്ല, ആകെ എത്ര സ്ഥലങ്ങൾ? ഹൗ മെനി പ്ലേസസ് ഡിഡ് ജീസസ് മിനിസ്ട്രി? കർത്താവ് ശുശ്രൂഷിച്ച സ്ഥലങ്ങൾ എത്ര? 4 സുവിശേഷങ്ങളിൽ. ഈ 4 സ്ഥലമാണ് നസറേത്ത്, കവർന്നൂം, അത് ഗലീല, ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് 40 ദിവസം ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 4 സ്ഥലമാണ് അത്. പക്ഷേ ടോട്ടൽ 4 സുവിശേഷങ്ങൾ എത്ര സ്ഥലങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്? 29 സ്ഥലങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ആളുകൾ, കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്തൃദാസന്മാർ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. 29 സ്ഥലത്തെ മിനിസ്ട്രിയെ കുറിച്ച് പഠിക്കണം. എങ്കിൽ മാത്രമേ ഒരു ശുശ്രൂഷയുടെ പശ്ചാത്തലം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഓരോ സ്ഥലത്തും ഉണ്ടായ വെല്ലുവിളികളെ നേരിടാൻ കർത്താവ് ചെയ്ത ഉപാധി എന്തായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ സ്ഥലത്തിന്റെ പശ്ചാത്തലങ്ങളെ കുറിച്ച് പഠിക്കണം. അത് വളരെ പ്രയോജനപ്പെടും. സോറി. അപ്പം നമ്മളിത് കാണാതെ പഠിക്കുക. കുട്ടികളെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടി ഇതിങ്ങനെ 29 സ്ഥലം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുന്ന പോലെ ഞങ്ങൾ ഇങ്ങനെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പം പറയാം, ഞാനത് ആൽഫബറ്റിക് ഓർഡറിൽ പറയാം. ബെദബാറ, ബെഥനി, ബേദലഹേം, ബെത്ഫാഗെ, ബെത്സൈദ, ബീരേ. ബീരേ എന്നുള്ള സ്ഥലം വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ബീരേ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തു പെരുന്നാൾ കഴിഞ്ഞിട്ട് അവർ പോയപ്പോൾ യേശുക്രിസ്തുവിനെ കാണാതെ പോയല്ലോ ഒരു സ്ഥലം ഓർക്കുന്നുണ്ടോ? യേശുക്രിസ്തു മിസ്സായി പോയ സ്ഥലം. ആ സ്ഥലത്തിന്റെ പേരാണ് ബീരേ എന്ന് പറഞ്ഞാൽ പെസഹ കഴിഞ്ഞ് അവരെ വീടുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആദ്യം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം അത് ബീരേ. ആദ്യം ഒരു ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം ബീരേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കൈസരിയ ഫിലിപ്പി. ഹെരോദ രാജാവിന്റെ പിതാവാണ് ഫിലിപ്പ്. ഞാനല്ല, വേറൊരു ഫിലിപ്പ് അത്. അപ്പൊ ഈ ഹെരോദാവിന്റെ പപ്പ ഫിലിപ്പിന്റെ നഗരം അതാണ് കൈസരിയ ഫിലിപ്പി എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, കൈസരിയ ഫിലിപ്പി. പിന്നെ ഖാന, അത് നമുക്കറിയാം, കല്യാണം നടന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ആ സ്ഥലം അറിയാം, ഖാന. പിന്നെ കഫർനഹൂം, അതാ ഇപ്പം പറഞ്ഞത്.
കഫർ, കാഫർ എന്ന് പറഞ്ഞാൽ വില്ലേജ് എന്ന് അതിന്റെ അർത്ഥം. കഫർ, കഫർ നഹൂം, നഹൂമിന്റെ പട്ടണം. പിന്നെയാണ് കോരസീൻ, അല്ലെ? കോരസീൻ എന്നൊരു പദമുണ്ട്, കോരസീൻ. പിന്നെ എമ്മൗസ്, പിന്നെ ഗെരസ, ഗെത്സമനെ, ജെന്നിൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ജെന്നിൻ. അതായത് ആ സ്ഥലവും ഇങ്ങനെയാണ് പറയുന്നത്. സീദോൻ എന്ന് പറയുന്ന പട്ടണത്തിന്റെ അടുത്തുള്ളൊരു പട്ടണമാണ് ജെന്നിൻ. ജെറിഹോ, ജെറുസലേം, ജോർഡൻ റിവർ, കിദ്രോൻ, മഗ്ദല, മൗണ്ട് ഹെർമോൻ. 4 പർവ്വതങ്ങളിനോട് ബന്ധപ്പെട്ട കർത്താവ് വേല ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ്, അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. 4 പർവ്വതങ്ങളോട് ബന്ധപ്പെട്ട സ്ഥലം. 1 മൗണ്ട് ഹെർമോൻ, 2 മൗണ്ട് ഒലിവ്സ്, 3 മൗണ്ട് താബോർ, 4 മൗണ്ട് സയോൺ. ഈ 4 പട്ടണങ്ങളോട് 4 പർവ്വതങ്ങളോട് ബന്ധപ്പെട്ട യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുണ്ട്. നയീൻ, അടുത്തതാ നയീൻ. നാസറത്ത്, സീ ഓഫ് ഗാലിലി, ഷേഖാർ, അത് സമരിയ പട്ടണമാണ്, ഷേഖാർ. ടയർ എന്ന് പറഞ്ഞ സീദോൻ. അതുപോലെ തന്നെ വിൽഡർനെസ് ഓഫ് ടെംപ്റ്റേഷൻ. ഈ 29 സ്ഥലങ്ങളിലാണ് കർത്താവ് ശുശ്രൂഷ ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം. 29 ആയിരിക്കത്തില്ല, അത് കൂടുതലാണ്. പക്ഷെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 29 സ്ഥലമാണ്. ഈ 29 സ്ഥലങ്ങളുടെ പശ്ചാത്തലം ദൈവമക്കൾ പഠിക്കണം. അവിടെയുള്ള വെല്ലുവിളികൾ പഠിക്കണം. അവിടെ ഏതെല്ലാം ചലഞ്ചസ് ആണ് കർത്താവിനുണ്ടായിരുന്നത്? പലതരത്തിലുള്ള ചലഞ്ചുകൾ ഉണ്ടാകും. ഭാഷ എന്നൊരു വലിയ വെല്ലുവിളിയാണ്. സംസ്കാരം ഒരു വലിയ വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ജാതിത്വം വലിയൊരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ഓരോരോ വെല്ലുവിളികളെ കർത്താവ് എങ്ങനെ വിജയിച്ചു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ പറയാനായിട്ടുള്ളൂ: പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. എങ്ങനെയാണ് ശുശ്രൂഷയിലുള്ള വെല്ലുവിളിയെ നമുക്ക് നേരിടാൻ കഴിയുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുള്ള വെല്ലുവിളിയെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും? ആ വെല്ലുവിളി എത്ര ഭീമമായിക്കൊള്ളട്ടെ, എത്ര വലുതായിക്കൊള്ളട്ടെ, നമുക്കത് നേരിടാൻ കഴിയും. അതാണ് കഫർന്നഹൂം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് കഫർന്നഹൂമിന്റെ സ്റ്റോറി. 9 അത്ഭുതങ്ങൾ അവിടെ ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 9 അത്ഭുതങ്ങൾ അവിടെ ചെയ്തതായി രേഖപ്പെടുത്തി. ആ രോഗം, അവിടെയുള്ള ഹീലിംഗ് ഒക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഹീലിംഗ് ആണ് കർത്താവ് ചെയ്തത്. മറ്റ് സ്ഥലങ്ങളിൽ ചെയ്തതിനേക്കാൾ ഒരു എക്സ്ട്രാ ഓർഡിനറി മിറക്കിള് കർത്താവ് ചെയ്തിരുന്നു. പക്ഷപാത രോഗിയെ സൗഖ്യമാക്കിയത് അവിടെ വെച്ചാ. പാരലറ്റിക് പേഴ്സൺ, പക്ഷപാത രോഗിയെ കർത്താവ് സൗഖ്യമാക്കുന്ന കഫർന്നഹൂമിൽ വെച്ചാ. അതുപോലെ തന്നെ സെർവന്റ് ഓഫ് ദ സെഞ്ചൂറിയൻ, ശതാധിപന്റെ ദാസനെ കർത്താവ് നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി എന്ന് പറയുന്ന കോണ്ടസ്റ്റ് ശ്രദ്ധിക്കണം, അത് കഫർന്നഹൂമിൽ വെച്ചാ. അതുപോലെ തന്നെ യായിറോസിന്റെ ഡോട്ടറിനെ, മകളെ കർത്താവ് സൗഖ്യമാക്കുന്ന അവിടെ വെച്ചാ. അപ്പൊ ഈ 9 മിറക്കിൾസ് ഇന്ന് പഠിക്കേണ്ട ഹോംവർക്കായിട്ട് ഞാൻ തരിക. ഓക്കെ, ഈ 9 മിറക്കിൾസ് കഫർന്നഹൂമിൽ കർത്താവ് ചെയ്ത 9 മിറക്കിളുകൾ പഠിക്കണം. എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസാണ്. മറ്റ് സ്ഥലങ്ങളിൽ ചെയ്തതിനേക്കാൾ വിഭിന്നമായ, വ്യത്യസ്തമായ, മറികടക്കാൻ കഴിയാത്ത, ഭീകരമെന്ന് നമുക്ക് തോന്നാവുന്ന പ്രശ്നങ്ങളെ കർത്താവ് അതിജീവിച്ച സ്ഥലം 29 സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് കഫർന്നഹൂം. അത് മാത്രമല്ല, ഈ കർത്താവിന്റെ ശുശ്രൂഷയില് പ്രധാനപ്പെട്ട റെവലേഷൻസ് നടക്കുന്ന കഫർന്നഹൂമില. പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷൻസ്, റെവലേഷൻസ്, ശുശ്രൂഷയുടെയും വചനത്തിന്റെയും താൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന വലിയ റെവലേഷൻസ്, എന്താ പറയുക, വെളിപ്പാടുകൾ കർത്താവ് പറഞ്ഞതും ചെയ്തതും ഒക്കെ കഫർന്നഹൂമിൽ വെച്ച. ഉദാഹരണമായിട്ട് അയാം എന്ന വാക്കില്ലേ, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 പ്രാവശ്യം അയാം എന്ന് പറയുന്നുണ്ട്, ഞാൻ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് കർത്താവ് പറയുന്നത്
കബർന്നഹൂമിൽ വെച്ച് 6:22 ഒന്ന് വായിക്കാം. 6:22 ജോൺ, ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 22 to 58 ഉണ്ട്. ആ വാക്ക് ഒന്ന് നോക്കിക്കാതെ എവിടെയാണെന്ന് നോക്കിയിട്ട് ആ വാക്യം ഒന്ന് വായിക്കാം. 62 to 58 ഇടയിൽ കർത്താവ് പറയുന്നു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. വായിക്കണ്ടല്ലോ, 52. 22-നും 58-നും ഇടയ്ക്കാണ് ആ വാക്യം. ആ വാക്യം മാത്രം വായിച്ചാൽ മതി. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവന്റെ അപ്പമാകും. 6:35. 35. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കിയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. അവിടെ ആ വാക്യം ഒന്നോർത്ത് വയ്ക്കുക. 22 മുതൽ 58 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അതിനെ കുറിച്ചാണ് പറയുന്നത്. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. കഫർന്നഹൂമിലുള്ള കർത്താവിന്റെ ഒരു റെവലേഷൻ അത്. അതുപോലെ തന്നെ കർത്താവ് തർക്കിച്ച ആളിനോട്, കർത്താവിന്റെ ശിഷ്യന്മാര് അവിടെ കഫർന്നഹൂമിൽ വെച്ച് തർക്കിക്കുന്നുണ്ട്. His disciples argued who was the greatest in the kingdom of God. Who was the greatest in the kingdom of God? ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരായിരിക്കും? അപ്പൊ കർത്താവ് അതിന് കൊടുത്ത മറുപടി ഇക്കാലത്തും എക്കാലത്തും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മറുപടിയാണ്. ദ ഫസ്റ്റ് വിൽ ബി ദ ലാസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വിൽ ബി ദ ഫസ്റ്റ്. എന്തൊരു ഫിലോസഫി അതൊന്നറിയാമോ? ദ ഗ്രേറ്റസ്റ്റ് ഫിലോസഫി അത്. പലപ്പോഴും അത് നമ്മൾ ആഴമായിട്ട് നിങ്ങൾ ഒരു 5-6 പ്രാവശ്യം അത് ഒന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പിടികിട്ടും. ദ ഫസ്റ്റ് വിൽ ബി ദ ലാസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വിൽ ബി ദ ഫസ്റ്റ്. മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 1 to 5 വാക്യം. മാത്യു ചാപ്റ്റർ 18 12-ാം അധ്യായത്തിന്റെ അകത്ത് 1 മുതൽ സ്വർഗത്തിൽ ഇറങ്ങി വന്നപ്പോ എന്നുള്ളത് മാർക്ക് യോഹന്നാൻ 6:33-ലും 41-ലും ഉണ്ട്. ഓക്കെ, 63 and 41. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. ഓക്കെ, മാത്യു ചാപ്റ്റർ 18 മാത്യു ചാപ്റ്റർ 18 1 to 5 ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 1 to 5 വായിക്കണം. 1 to 5 എവിടെയോ ആ വാക്യം ഉണ്ടാവും. ആ വാക്യം മാത്രം വായിച്ചാൽ മതി, അല്ലെ നമ്മൾ മുഴുവൻ വായിക്കേണ്ടി വരില്ലേ? The first will be the last. ഏതുവായി? ഒരു ശിശുവിനെ തന്റെ അടുക്കൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഞാൻ പറയുന്ന അതേ വാക്യം ഇവിടെ ഉണ്ട്. 3 സുവിശേഷത്തിൽ അത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതേ വേർഡ് മർക്കോസ് 9:33 മാർക്ക് 9:33 33 മുതൽ 41 വരെ. ലൂക്ക് 3-ാമത്തെ റെഫറൻസ് ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 46 to 50. ഇത് 3 രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മാർക്ക് ചാപ്റ്റർ 9 നോക്കിക്കുക വാക്യം. 9:33 കഫർന്നഹൂമിൽ വെച്ച് വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്തെന്ന് അവരോട് ചോദിച്ചു. അവരോ 37 ഉണ്ട്, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ഇത് ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവൻ എല്ലാവർക്കും ശുശ്രൂഷകനും ആകണമെന്ന് പറഞ്ഞു. ഇതിന്റെ കണ്ടന്റ് അതെല്ലാം ഒന്ന് തന്നെയാണ്. ലൂക്ക് ചാപ്റ്റർ 9 46-50 അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചെറിയവനാകാൻ 9:48 നിങ്ങൾ എല്ലാവരിലും ചെറിയവനായവൻ അത്രേ.
വലിയവനാകും വലിയവനാകും. അവരോട് പറഞ്ഞു. അല്ലേ? ഈ അതെ. ശിശുവിനെ എൻ്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങൾ എല്ലാവരിലും ചെറിയവനായവൻ അത്രേ വലിയവനാകും എന്ന് യേശു പറഞ്ഞു. ദ കണ്ടന്റ്, അവിടുത്തെ ആ പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് വിൽ ബി ദ ലാസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വിൽ ബി ദ ഫസ്റ്റ്. ഈ കാര്യം കർത്താവ് പറയുന്നത് കഫർന്നഹൂമിയെ വെച്ചാണ്. അതൊരു വലിയ കാര്യമാണ്. അപ്പൊ ഈ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി തർക്കിക്കുകയോ വാദിക്കുകയോ സ്വർഗരാജ്യത്തില് എനിക്ക് ആദ്യം പോയിരിക്കണം അല്ലെങ്കിൽ അവിടെ വലിയവനാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല മറുപടിയാണ് കർത്താവ് കൊടുക്കുന്നത്. ഒരു വലിയ മറുപടി. ദ കോസ്റ്റ് ഓഫ് ഡിസൈബിൾഷിപ്പ്. കോസ്റ്റ് ഓഫ് ഡിസൈബിൾഷിപ്പിനെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു വാക്യമാണത്. അത് വളരെ ശ്രദ്ധിക്കണം. അപ്പം അയാം എന്ന് പറയുന്ന കാര്യം കർത്താവ് അവിടെ വെച്ച കഫർന്നഹൂമിയെ വെച്ചാ പറയുന്നത്. ഹൂ ഇസ് അയാം? ഹൂ ഇസ് അയാം? അയാം എന്ന വാക്കിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞത് യേശു ഈ വാക്ക് അയാം എന്ന വാക്ക് ആദ്യം ഉച്ചരിച്ചത് ദൈവം തന്നെയാണ്. മോശയോട് കർത്താവ് പറഞ്ഞതാ. മോശയോട് കർത്താവ് പറഞ്ഞു, നീ ആരെന്ന് ചോദിച്ച 2 പേരാ വേദപുസ്തകത്തിലുള്ളത്. നീ ആര്? 1 മോശ, 2 പൗലോസ് അല്ലെ ശൗല്. ഈ 2 പേര് ചോദിച്ചു, നീ ആരാ? ഈ 2 പേരോടും കർത്താവ് പറഞ്ഞ മറുപടി വളരെ യുണീക്കാ. ഇത് മുന്നിൽ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഐ ആം ദാറ്റ് ഐ ആം. അതിന് ധാരാളം അർത്ഥങ്ങളുണ്ട് കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലും സമയമുള്ളതുപോലെ ഇത് പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എവിടെയോ പറഞ്ഞതായിട്ട് ഒരു ഓർമ്മ വരുന്നു. പറഞ്ഞിട്ടുണ്ട്, ഐ ആം ദാറ്റ് ഐ ആം. അപ്പൊ അതിന്റെ അർത്ഥം ഈ സംസാരത്തിന്റെ ആരംഭമാണ് ഈ എസർ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ സംസാരത്തിന് പറയുന്ന പേരാണ് ഈ എസർ എന്ന് പറയുക എബ്രായ ഭാഷയിൽ. നമ്മുടെ സംസാരത്തിലെല്ലാം 90% പാസ്റ്റ് ടെൻസാ, അല്ലേ? ഒരു സംസാരത്തിന് ആവശ്യമായ കണ്ടന്റ് എന്തെന്നറിയാമോ? ആ സംഭവം നടന്നിരിക്കണം. എടീ, നീ അറിഞ്ഞായിരുന്നോ ഇന്നലെ അവള് വീട്ടിലില്ലായിരുന്നു കേട്ടോ? എടീ, നീ അറിഞ്ഞായിരുന്നോ അവിടെ വഴക്ക് നടന്നു? അല്ലേ? നമ്മുടെ സംസാരത്തിന്റെ വിഷയം എന്താ? പാസ്റ്റ് ടെൻസാ. ഒരു സംഭവം നടന്നിരിക്കണം. അപ്പൊ ഈ പാസ്റ്റ് ടെൻസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദൈവം പറയുകയാണ് എസർ. ഞാൻ ആരാണെന്നറിയാമോ? ഇതുവരെയും ലോകത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെയും കാരണഭൂതൻ ഞാനാകുന്നു എന്നാണ് മോശയോട് ദൈവം പറഞ്ഞത്. ഈ ലോകത്തിൽ ഇതുവരെയും നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെയും കാരണഭൂതൻ, അതിന്റെ ഉടമസ്ഥൻ, അതിന്റെ കാരണഭൂതൻ ഞാനാകുന്നു എന്ന് ദൈവം മോശയോട് പറയുക. മോശയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. സ്തോത്രം. പേര് ചോദിച്ചപ്പോ മോശയോട് ദൈവം പറഞ്ഞ വീക്ഷണം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ലോകത്ത് നടന്നിട്ടുള്ള ഇതുവരെയും നടന്നിട്ടുള്ള സകലത്തിന്റെയും ഇനിയും നടക്കാൻ പോകുന്ന സകലത്തിന്റെയും കാരണഭൂതൻ മോശേ ഞാനാകുന്നു. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്നാ കർത്താവ് പറഞ്ഞു. അതാ ആ വാക്കിന്റെ അർത്ഥം. രണ്ടാമതായിട്ട് ഈ പൗലോസാ ചോദിച്ചത്, അങ്ങ് ആരാന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി വളരെ സ്പഷ്ടവും സിമ്പിളും അല്ലേ? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അല്ലേ? എബ്രായ ഭാഷയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പോയാൽ നമ്മൾ ഇനി ഒത്തിരി സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. കർത്താവ് അവിടെ വെച്ച് പറഞ്ഞ കഫർന്നഹൂമിൽ വെച്ച് പറഞ്ഞ മറ്റൊരു റെവലേഷനാണ് അയാം എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം, ഡിവോഴ്സിനെ കുറിച്ചുള്ള ആധികാരിക പ്രമാണം കർത്താവ് പറയുന്നത് കഫർന്നഹൂമി വെച്ചാണ്. അത് മത്തായി സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോട്ട് ചെയ്തു വെച്ചു. മത്തായി സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും ഡിവോഴ്സ് ലോ അല്ലെങ്കിൽ മോണോഗാമി എന്ന് പറയുന്ന ലോ കർത്താവ് പറയുന്നത്
അവിടെ വെച്ച കഫർനഹൂമിൽ വെച്ച. അതുവരെയുള്ള മാരേജ് ലോ എന്താ? 2 ലോ ഉണ്ട്. നിങ്ങൾ എൻസൈക്ലോപീഡിയ വായിച്ചിട്ടുണ്ടെങ്കിൽ ദ ഗ്രേറ്റ് ബുക്സ് ഓഫ് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ദ ഗ്രേറ്റ് ബുക്സ് ഓഫ് എൻസൈക്ലോപീഡിയ. അതിനകത്ത് 18 ടൈപ്സ് ഓഫ് മാരേജ് ഉണ്ട്. 18 തരത്തിലുള്ള വിവാഹങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. അല്ലെ? മനുഷ്യൻ വൃക്ഷത്തെ വിവാഹം കഴിക്കുന്നു, മനുഷ്യൻ വൃക്ഷങ്ങളെ വിവാഹം കഴിക്കുന്നു, മനുഷ്യൻ മരിച്ചുപോയ ഭൂതപ്രേതാദികളെ വിവാഹം കഴിക്കുന്നു, പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അല്ലേ? ഇങ്ങനെയുള്ള വിവാഹങ്ങളെല്ലാം ഇപ്പം കണ്ടു വരിക. അപ്പം പഴയ നിയമത്തിലുള്ള 2 വിവാഹമാണ് പോളി ആൻഡ്രി ആൻഡ് പോളിഗാമി. പോളിഗാമി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീ. പോളി ആൻഡ്രി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാർ. ഇത് പഴയ നിയമത്തിൽ നിലവിലിരിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ തന്നെ പോളി ആൻഡ്രി ആരംഭിച്ചു. അല്ലെ? ഉൽപ്പത്തി 4-ാം അധ്യായം 1-ാം വാക്യം. ഒരു പാട്ടാത്. ആദയും സിൽപ്പയുമായുള്ളവരേ, ലാമയ്ക്ക് വിവാഹം കഴിച്ചത് അല്ലെങ്കിൽ ലാമയ്ക്കിന്റെ കുടുംബത്തിന് പറയുന്ന പേരാണ് പോളിയാൻഡ്രി. ഒരു ലാമയ്ക്കും 2 ഭാര്യമാരും. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശമരിയാക്കാരിയ സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു സ്ത്രീയും 5 ഭർത്താക്കന്മാരും. പോളിയാൻഡ്രി. ഇപ്പൊ ഇത്ര വൈവിധ്യങ്ങളായിരിക്കുന്ന ഒരു വിവാഹ സംസ്കാരം നിലവിലിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് യേശു വന്നിട്ട് പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന് പറയുന്ന മോണോഗാമി സിസ്റ്റം കർത്താവ് ഡിക്ലെയർ ചെയ്യുന്നത് കഫർനഹൂമിൽ വെച്ചാണ്. സോ കഫർനഹൂം ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പ്ലേസ് ഇൻ ദ മിനിസ്ട്രി. നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മിനിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ഥലമാണ് കഫർനഹൂം. സ്തോത്രം. അപ്പോ കർത്താവ് കഫർനഹൂമിൽ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോലും കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചു. കർത്താവിന്റെ ശിഷ്യന്മാര് 4 പേര് കഫർനഹൂമിന്നാ. 4 പേര് ആരൊക്കെയാ 4 പേര്? പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, മത്തായി. അല്ലെ? ഈ 4 പേരും കഫർനഹൂം പട്ടണക്കാരാ. അപ്പൊ കഫർനഹൂമിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇപ്പൊ ഈ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ആ വിളിയാണ് എബ്രായ ഭാഷയിൽ ശുശ്രൂഷയ്ക്ക് ആധാരമായി എടുക്കുന്ന റൂട്ട് വേർഡ്. അതെന്തെന്നറിയാമോ? ഫോളോ മീ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എല്ലാവരും? എല്ലാവരും ഇവിടെയൊക്കെ ഉണ്ടോ? എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. കുറച്ച് 1-2 പേരെ കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അല്ലെ? കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഉപയോഗിച്ച ഒരു പ്രത്യേക പദമുണ്ട്. അത് കഫർനഹൂമിൽ ഉപയോഗിച്ച ഒരു പദമാണ്. മാത്യു ചാപ്റ്റർ 4 വേഴ്സ് 18 മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ എവിടെയോ ഒരു പദമുണ്ട്. ഇവരെ കണ്ടിട്ട്, ഈ മീൻപിടുത്തക്കാരായ ആളുകളെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞൊരു പദം, ഫോളോ മീ. നിങ്ങൾ എന്നെ അനുഗമിക്കണം. വാക്യം കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചോണം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നോളാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഫോളോ മീ എന്ന് കർത്താവ് പറഞ്ഞു. എന്റെ പിന്നാലെ വരുവിൻ. 19 വാക്യം 4-ന്റെ. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. എന്നെ അനുഗമിക്കുക എന്നൊരു പദവും കൂടെ ഉണ്ട്. ശരി, അതിനോട് ചേർന്ന് തന്നെ വരുന്നൊരു പദം. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. മർക്കോസ് 1:16 16 തൊട്ട് വായിച്ചു വരുമ്പോൾ അവിടെ നിങ്ങൾ എന്നെ അനുഗമിക്കുക. ഇത് 4 സുവിശേഷത്തിൽ ഈ വാക്യം ഉണ്ട് കേട്ടോ. ഈ വാക്യം മാത്രം 4 ഇടത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 4 സുവിശേഷങ്ങളും ഉണ്ട്. റെഫറൻസ് പറയാം. മാത്യു ചാപ്റ്റർ 4 വേഴ്സ് 18 മുതൽ 22 വരെ, മർക്കോസ് ചാപ്റ്റർ 1 വേഴ്സ് 16 to 20, ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 1 to 11, ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 35 to 42. ഒന്നുകൂടെ പറയണോ? എഴുതിയെടുക്കുന്നവരുണ്ട്, ഒന്നുകൂടെ പറയാം. മാത്യു ചാപ്റ്റർ 4 വേഴ്സ് 18 to 22, മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 16 to 20, ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 1 to 11, ജോൺ ചാപ്റ്റർ 1 to 35 to 42. അവിടെ കർത്താവ് പറയുന്നത് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഫോളോ മീ. ബാക്കി എവിടെയെങ്കിലും ഉണ്ട്? ഈ 4 സുവിശേഷത്തിൽ എവിടെയോ ഒരു വാക്യം കാണും. 1-ലെ 17 ഉണ്ട്. എന്നെ അനുഗമിപ്പിൻ. അതേതാ റെഫറൻസ്?
മാർക്ക് 1:17. യേശു അവരോട് എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. താങ്ക് യു സിസ്റ്റർ. ആ വാക്യം എല്ലാവരും ആ വാക്യത്തിൽ നിന്ന് വേറെ സുവിശേഷത്തിലുണ്ടെങ്കിലും ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തോണേ. മാർക്ക് ചാപ്റ്റർ 1:17. ഇംഗ്ലീഷിൽ ഫോളോ മീ. അതിന് എബ്രായ ഭാഷയിൽ എന്നാ പറയുന്നതെന്ന് അറിയാമോ? അഖൂബ് അഖരി. അഖൂബ് അഖരി. എന്റെ പിന്നാലെ എന്ന് പറഞ്ഞേ, മ്യൂട്ടിലാണല്ലോ എന്ന് പറഞ്ഞോ. പറഞ്ഞോ ഇല്ലയോ? ഞാനിവിടെ എഴുതാം. ഞാൻ എഴുതാം. ഇന്ന് എനിക്ക് തോന്നുന്നു ഇച്ചിരി പതുക്കെ പോകണമെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ഓടിപ്പോയിട്ട് കാര്യമില്ല. അക്കൂബ് അക്കരി. ഈ കെ വി ഒ എന്നാണ് സ്പെല്ലിംഗ് കിടക്കുന്നത്. പക്ഷെ അത് വായിക്കുന്നത് അക്കു. ഈ അല്ല, ആ ഈ കെ ആ. ഈ കെ സ്പെല്ലിംഗ് വരുമ്പോ അക്കോ. അക്കോ. ഓ പോണ്ട. അക്കോ അക്കരി. അക്കോ അക്കരി. ഇത് എബ്രായ ഭാഷയില് ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം. കാരണം ഇതൊക്കെ റൂട്ട് വേർഡ് പഠിച്ചെങ്കിൽ ഇതിന്റെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ. അത് അല്പസമയം എടുത്താലും ഞാൻ പറയാം. ഈ ഒരാള് ഒരു സമൂഹത്തോട് പറയുന്നതിന് ഒരു വാക്കുണ്ട്. ഒരാള് ഒരു സമൂഹത്തിനോട്, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയാം. പബ്ലിക് സ്പീക്കിംഗ് അത് ഒരു വാക്കാ കേട്ടോ. ഒരാള് ഒരു സമൂഹത്തോട് പറയും. ഒരാളിനോട് മാത്രം സംസാരിക്കുന്നതിന് വേറെ വാക്കുണ്ട് എബ്രായ ഭാഷയിൽ. നമുക്ക് അങ്ങനെയില്ല. നമ്മൾ NP ഫിലിപ്പ് പ്രസംഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളിനോടാകാം, ഒത്തിരി പേരോടാകാം. സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. ഒരാള് ഒത്തിരി പേരോട് പറഞ്ഞതാകാം. പക്ഷെ ഇവിടെ ഈ അക്കൂബ് അഖരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത് ഒരാള് ഒറ്റയാളിനോട്, ഒരു സിംഗുലർ ഒരാളിനോട് വേണ്ടി മാത്രം പറയുന്ന ഗ്രാമറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ദ കോളിംഗ് ഈസ് പേഴ്സണൽ. ദ കോളിംഗ് ഈസ് വെരി പേഴ്സണൽ. യുവർ കോളിംഗ് ഈസ് വെരി പേഴ്സണൽ. ആസ് എ ബിലീവർ, as a servant of God, as a minister of God, your calling is very, very personal. It is not general. It is not general. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ എല്ലാവരോടും ഇങ്ങോട്ട് കയറി വരാൻ പറയല്ല. Your calling is very personal. It's not general. So ministry calling is very, very personal. അതാണ് അത് നമ്മൾ എബ്രായ ഭാഷയിൽ പഠിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാവും. മറ്റൊരു പേഴ്സണലായിട്ടുള്ള ഒരു ടോക്ക് അതും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു വരാം. കാരണം അതിങ്ങനെ അത് പറയുമ്പോൾ ഇതും കൂടെ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് അതോടെ പറയാം. യു സ്പീക്ക് ടു ദ റോക്ക് ആൻഡ് ദ റോക്ക് വിൽ ഗിവ് യു വാട്ടർ. അത് പേഴ്സണലാ കേട്ടോ. യു സ്പീക്ക് ടു ദ റോക്ക് ആൻഡ് ദ റോക്ക് വിൽ ഗിവ് യു വാട്ടർ. ഈ പാറയോട് പറ, ആ പാറ നിനക്ക് വെള്ളം തരും. അപ്പൊ അത് പേഴ്സണൽ ടോക്കാ. Who is that rock? That rock is Jesus Christ. 1 Corinthians chapter 3 എഴുതിയിട്ടുണ്ട്. ചാപ്റ്റർ 10 verse 3 എഴുതിയിട്ടുണ്ട്. ഒരു പാറ നിങ്ങളെ അനുഗമിച്ചിരുന്നു, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പൊ ഈ പാറയോട് നിങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കണം. സ്തോത്രം. ബുക്ക് ഓഫ് എക്സോഡസിലെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്ന സമാഗമന കൂടാരം പണിയുന്ന കാര്യം വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് അതിന്റെ റിസോഴ്സസ് വേണമല്ലോ. അതിന് ആവശ്യമായ സാധനങ്ങൾ വേണമായിരുന്നു ടാബർനക്കിൾ പണിയാൻ. അപ്പൊ അതിനുള്ള ആവശ്യമായ സാധനങ്ങൾ വേണ്ടി വരുന്ന സമയത്ത് മോശ നിലവിളിച്ചപ്പോ ദൈവം പറഞ്ഞെന്തറിയാമോ? സ്പീക്ക് ടു ദ പീപ്പിൾ. ആ ഡിഫറൻസ് പറയാനാണ് പറഞ്ഞു. സ്പീക്ക് ടു ദ പീപ്പിൾ. സ്പീക്ക് ടു ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജനറൽ. ദ പീപ്പിൾ വിൽ ബ്രിങ് ദ റിസോഴ്സസ്. അവരെ ജനം നിങ്ങൾക്ക് കൊണ്ടുവരും. അപ്പം വൺ പേഴ്സൺ ടു എ ഗ്രൂപ്പ് and one person to person. അപ്പൊ കോളിംഗ് പേഴ്സണലാണ്. ഒരിക്കലും മറന്നു പോരുത്. അതുകൊണ്ട് കഫർനഹൂം ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പ്ലേസ് ഇൻ യുവർ മിനിസ്ട്രി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പ്ലേസ് ഇൻ ദ മിനിസ്ട്രി. 9 മിറക്കിൾസ് ഒരു യുണീക്ക് മിറക്കിളാണ്. അതുപോലെ തന്നെ അവിടെ വെച്ച് കർത്താവിന്റെ റെവലേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അവിടെ വെച്ചുള്ള
കർത്താവ് വെളിപ്പെടുത്തിയ ശുശ്രൂഷയ്ക്ക് 5 പേരെയും വിളിക്കുന്ന വിളി, അവിടെയാണ് മിനിസ്ട്രി കോളിങ്ങിന്റെ ബേസിക് പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത്. സ്തോത്രം. അഖൂബ് അഖരി എന്ന് പറഞ്ഞാൽ പുട്ട് യുവർ സ്റ്റെപ്സ് വേർ മൈ സ്റ്റെപ്സ് ആർ. എന്റെ പാദങ്ങൾ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ തന്നെ ചവിട്ടി അതേപോലെ എന്നെ ഫോളോ ചെയ്യാനാ കർത്താവ് പറയുന്നതിന്റെ അർത്ഥം. കണ്ടോ? ഫോളോ മീ എന്ന് പറഞ്ഞാൽ കർത്താവ് പോകുന്നു, നമ്മൾ അതിലെല്ലാം അങ്ങ് പോകുകയല്ല. ഫോളോ മീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അഖുബക്കരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? പുട്ട് യുവർ ഫുട്ട്, നിങ്ങളുടെ കാലുകൾ എന്റെ കാലുകൾ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വെച്ചിട്ട് എന്നെ ഫോളോ ചെയ്യുക. ദാറ്റ് ഈസ് ദ മീനിങ്, റിയൽ മീനിങ് ഓഫ് ഫോളോ മീ. സ്തോത്രം. കർത്താവിനെ നമ്മൾ പബ്ലിക്കിന്റെ ഇടയിൽ ഫോളോ ചെയ്യുന്നത് പോലെ അല്ല ഫോളോ ചെയ്യേണ്ടത്. കർത്താവിന്റെ കാലയിലൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, എവിടെല്ലാം കർത്താവ് കാലുകൾ വെച്ചിട്ടുണ്ടോ അതേ കാൽപ്പാടുകൾ നമ്മൾ പിന്തുടരണം. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ ആ വാക്യം വായിക്കുന്നുണ്ട്, എന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഞാനൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ, ദ ഹെഡ് ഓഫീസ് ഓഫ് ദ മിനിസ്ട്രി ആയിരുന്നു കഫർനഹൂം എന്ന് പറയുന്നത്. അവിടെയുള്ള എല്ലാ വെല്ലുവിളികളെയും കർത്താവ് ജയിക്കുകയും ഒരു വലിയ റെവലേഷൻ ജനത്തിന് കൊടുക്കുകയും കർത്താവിന്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ 5 പേരെ വിളിക്കുകയും ചെയ്ത സ്ഥലമാണ് കഫർനഹൂം. അതിന് പ്രേരകമായിരുന്നത് എന്താണെന്നറിയാമോ? ദാറ്റ് പേഴ്സണൽ പ്രയർ. അപ്പോൾ ദൈവമക്കൾ എല്ലാവരും വ്യക്തിപരമായ പ്രാർത്ഥനയുള്ളവരായിരിക്കണം, അധികം പ്രാർത്ഥനയുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കർത്താവിന് വേലയ്ക്കുള്ള ഒരു ഉൾക്കാഴ്ച ദൈവം തരും. സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് ആവശ്യമായ റെവലേഷൻ കർത്താവ് തരും. മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സിന്റെ തത്വം കർത്താവ് പഠിപ്പിച്ചു തരും. ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ആയിരുന്നു കഫർനഹൂം. അവിടെ കർത്താവ് എന്ത് ചെയ്തു? 34 വാക്യം, 1:34, മാർക്ക് ചാപ്റ്റർ 1:34. അതികാലത്ത് ഇരുട്ടോടെ അവരെഴുന്നേറ്റു പുറപ്പെട്ടു, ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഇന്നു മുതൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവമക്കളൊന്ന് ഒരുങ്ങിക്കേ. സ്തോത്രം. നിങ്ങൾക്കൊന്നും അസാധ്യമാകയില്ല. കഫർനഹൂമിലെ വെല്ലുവിളികളെ നേരിടാൻ കർത്താവ് നിങ്ങളെ മാനസികമായും ആത്മീയമായും ഒരുക്കുന്ന ഒരു പ്രക്രിയയായിട്ട് അത് മാറും എന്ന് വളരെ വേഗം പറഞ്ഞിട്ട് ഞാൻ ആ സ്ഥലത്ത് നിന്ന് അടുത്ത പ്രാർത്ഥനയിലേക്ക് ആ വാക്യം വായിച്ചിട്ട് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. 3-ാമത്തെ സ്ഥലം, 2 സ്ഥലം ഞാനിപ്പോൾ പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഏകാന്ത സ്ഥലത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിച്ച 3-ാമത്തെ സ്ഥലം എന്ന് പറയുന്നത്, ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5:15-16. ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 15 and 16. എന്നാൽ അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു, വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിന് തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജനദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കണ്ടോ? പ്രിപ്പറേറ്ററി ഫോർ മോർ ഹീലിംഗ് ആൻഡ് ദ സെർമൺ ഓൺ ദ മൗണ്ട്. സെർമൺ ഓൺ ദ മൗണ്ടിലേക്ക് കർത്താവ് ഒരുങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ ഈ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സെർമൺ ഓൺ ദ മൗണ്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗത്തിന് വേണ്ടി ഹി ഈസ് പ്രിപ്പയറിംഗ് ഹിംസെൽഫ്. കർത്താവ് തന്നെത്താൻ ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്. അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. അപ്പം കർത്താവ് കുറച്ചുകൂടെ ഫേമസ് ആയി. കർത്താവ് അധികം ഫേമസ് ആയപ്പോ നമ്മൾ ചെയ്യുന്നത് പോലെയല്ല കർത്താവ് ചെയ്തത്, അല്ലെ? നമ്മൾ കുറച്ചുകൂടെ ഫേമസ് ആയാൽ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചുകൂടെ ആ തരത്തിൽ കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം. അതുപോലെയുള്ള ആളുകൾ കൂടുതൽ വരാനായിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അങ്ങനെ കർത്താവിനെ കുറിച്ചുള്ള വർത്തമാനം കൂടുതൽ ജനങ്ങൾക്കിടയിൽ പരന്നപ്പോൾ കർത്താവ് ചെയ്തതെന്നറിയാമോ? കർത്താവ് വീണ്ടും തന്റെ പിതാവായ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ പരിശ്രമിക്കുകയാണ്. തന്റെ പിതാവായ ദൈവത്തോട് കൂടുതൽ ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ പരിശ്രമിക്കുകയാണ്. 5-ാം അധ്യായം 15-16 വായിക്കുന്ന അവനോ, അവന്റെ ശ്രുതി, അവന്റെ വർത്തമാനം ദേശത്തൊക്കെയും പരന്നപ്പോൾ, പുരുഷാരം വചനം കേൾക്കേണ്ടതിന് ധാരാളമായി കൂടി വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കാരണം എന്നാ? ആളുകളുടെ സംഖ്യ കൂടുതലായിട്ട് വരുന്നു. ആളുകളുടെ സംഖ്യ കൂടുതലായിട്ട് വരുമ്പോൾ വെല്ലുവിളി കൂടുതലായിട്ട് വരുന്നു.
കൂടുതൽ രോഗികൾ വരുന്നു, കൂടുതൽ പ്രശ്നങ്ങളുമായിട്ട് ആളുകൾ തൻ്റെ അടുക്കലേക്ക് ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ പോലെ വരുന്നത് കണ്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കിട്ടുവാൻ കർത്താവ് കണ്ടെത്തിയത് ഏകാന്ത പ്രാർത്ഥനയിലാണ്. സ്തോത്രം. നമ്മൾ എവിടെയെങ്കിലും കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് എവിടെയെങ്കിലും തോന്നുമ്പോൾ നമ്മൾ കർത്താവിനോട് കൂടുതൽ ചേർന്നിരുന്നു. സ്തോത്രം. ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കണം. കർത്താവ് എന്ത് ചെയ്തു? അതിനുശേഷമാണ് പർവ്വത പ്രസംഗം കർത്താവ് ആരംഭിക്കുന്നത്. നേരം വെളുത്തപ്പോൾ 6-ാം അധ്യായത്തിന്റെ നാലാമത്തെ സന്ദർഭം നമ്മൾ വായിച്ചു. പ്രിപ്പറേറ്ററി ഫോർ ദ സെർമൺ ഓൺ ദ മൗണ്ട്. അത് 5-ാം അധ്യായത്തിലെ 5-15 നമ്മൾ വായിച്ചു. ഇനി 6-ാം അധ്യായത്തില് 6-ാമത്തെ അധ്യായത്തിലെ 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ അധികാലത്ത് എഴുന്നേറ്റ് പോയിരുന്നു പ്രാർത്ഥിക്കുന്നു. വായിക്കാം. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. അവരിൽ 12 പേരെ തെരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്നും പേർ വിളിച്ചു. കണ്ടോ? ഈ 2 വാക്യം ചേർത്ത് വായിക്കണം. 5-ാം അധ്യായത്തിന്റെ 15-16, 6-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. ഇത് 3-ാമത്തെ 4-ാമത്തെ ഒക്കേഷനാണ്. കർത്താവിന്റെ ഏകാന്ത പ്രാർത്ഥനയുടെ 3-ാമത്തെയും 4-ാമത്തെയും ഒക്കേഷൻ സംഭവങ്ങൾ. അപ്പൊ 4-ാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തു? 6-ാം അധ്യായം പർവ്വത പ്രസംഗത്തിന്റെ കാര്യങ്ങളിലേക്ക് വന്നു. എന്നിട്ട് കർത്താവ് അവിടെ പ്രാർത്ഥിക്കുകയാണ്. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. മറ്റ് പ്രാർത്ഥന, ഏകാന്ത പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥനയായിരുന്നു. വ്യത്യാസം കണ്ടോ? മറ്റ് പ്രാർത്ഥനകളെല്ലാം പ്രഭാത പ്രാർത്ഥനകളായിരുന്നു. He was alone with God in the morning, but this occasion he was with the God all night. So pray before taking an important decision. Pray before you take an important decision. ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥനയുടെ ദൈർഘ്യം കർത്താവ് വർദ്ധിപ്പിച്ചു. Are you with me? നിങ്ങൾ എന്നോട് കൂടെയാണോ? മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രഭാതത്തിൽ ഒരു പ്രാർത്ഥനയായിരുന്നെങ്കിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് മുൻപ് കർത്താവ് രാത്രി മുഴുവൻ ആ മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ, അത് ഇൻവെർട്ടർ കോമയിലാണ് കൊടുത്തിരിക്കുന്നത് ചില വേദപുസ്തകത്തില് 13-ാം വാക്യം. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. 12 പേരെ തെരഞ്ഞെടുത്തു. അവരെ അപ്പോസ്തലന്മാർ എന്ന് വിളിച്ചു. എല്ലാവരും തെറ്റായി പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതിപ്പോ ടെർമിനോളജിയുടെ പ്രശ്നമാണ്. പലപ്പോഴും നമ്മൾ ഈ പ്രസംഗത്തിലും വചനം പഠിപ്പിക്കുമ്പോഴും ഒക്കെ പഠിപ്പിക്കുന്നവർ ടെർമിനോളജി സൂക്ഷിക്കണമല്ലോ. പ്രസംഗിക്കുമ്പോൾ ടെർമിനോളജി വാക്കുകൾ സൂക്ഷിച്ചില്ലേലും വേണ്ടില്ല. പഠിപ്പിക്കുമ്പോൾ ടെർമിനോളജി സൂക്ഷിക്കണം. ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു, അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മള് കർത്താവിന്റെ അപ്പോസ്തലന്മാരെ ശിഷ്യന്മാരെന്നാണ് വിളിക്കുന്നത്. ഡിസൈപ്പിൾസ് ആൻഡ് apostles, they are separate. Apostles are chosen one from the disciples. ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ. ഡിസൈപ്പിൾസ് എന്നുള്ളൊരു കോമൺ നെയിമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്തോത്രം. ഇപ്പം ഈ അപ്പോസ്റ്റലോ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടു സെൻഡ് എന്ന വാക്കിന്റെ അർത്ഥം. ടു സെൻഡ്, അപ്പോസ്റ്റലോ, ടു സെൻഡ്. പക്ഷേ ഇവിടെ ഈ മിഷൻ എന്ന വാക്കാണ് അവിടെ കൂടുതൽ അനുയോജ്യം. ലാറ്റിൻ വേർഡില് മിഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. മിഷൻ, മിഷനറി, മിഷൻ, മിസൈൽ, ഈ 3 ഒറ്റ റൂട്ട് വേർഡാ കേട്ടോ ലാറ്റിനില്. എന്തൊക്കെയാ? മിഷനറി, മിഷൻ ആൻഡ് മിസൈൽ. ഇതിന് 3 ഒറ്റ റൂട്ട് വേർഡേ ഉള്ളൂ. ആ റൂട്ട് വേർഡ് മിറ്റോ എന്നൊരു വാക്കാ. മിറ്റോ അല്ലെങ്കിൽ മിറ്ററി. ഞാൻ താഴെ ചാറ്റിൽ എഴുതാം. മിറ്റോ, മിറ്ററി. ചാറ്റിൽ കിട്ടിയോ? ഓക്കെ. ഇതാണ് മിഷനറി എന്ന വാക്കിന്റെ
മിഷൻ എന്ന വാക്കിന്റെ ലത്തീൻ ഭാഷയിലുള്ള റൂട്ട് വേർഡ്. അപ്പൊ മിഷൻ, മിഷനറി, മിസൈൽ എന്ന് പറഞ്ഞാൽ ഒരു മിഷനറി ഒരു മിസൈലാ, മറന്നുപോയത്. ഒരു മിഷനറി ഒരു മിസൈലാ. ആ മിഷനറിക്ക് അല്ലെങ്കിൽ മിസൈലിന് ഒരു മിഷനുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, അല്ലേ? ഒരു മിഷനറിക്ക് ഒരു മിഷനറിക്കും ഒരു മിസൈലിനും ഒരു മിഷനുണ്ട്. ഒരു മിസൈലിന്റെ മിഷൻ എന്താ? എവിടേക്ക് തൊടുത്തു വിട്ടോ അവിടെ ചെന്നിട്ട് വിസ്ഫോടനകരമായ ഒരു കാര്യം ചെയ്യുന്നതാണ് ഒരു മിസൈലിന്റെ മിഷൻ. അതുപോലെയാണ് ഒരു മിഷനറി. അതുപോലെയാണ് ഒരു മിഷനറി, മറന്നുപോരുത്. സ്ഫോടനാത്മകമായ ശക്തി സംഭരിക്കുന്ന, അത് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു മിഷനറി. അദ്ദേഹത്തിന് ഒരു മിഷനുണ്ട്. ഒറ്റ റൂട്ട് വേണം. സ്തോത്രം. സോ എ മിഷനറി ഈസ് എ മിസൈൽ. ഹി ഈസ് an intercontinental ballistic missile. സ്തോത്രം. അതാണ് ഒരു മിഷനറി എന്ന് പറയുന്നത്. ഒന്നും ചെറിയ കാര്യങ്ങളൊന്നുമല്ല. സ്തോത്രം. അത് നമ്മളിപ്പം ആ മിസൈൽ ഉപയോഗിക്കുന്നില്ല, എന്നാ ചെലവാണെന്നറിയാമോ? തൂക്കണം, തുടയ്ക്കണം, അതിരിക്കാൻ കസേര ഉണ്ടാക്കണം, മരുന്ന് മേടിക്കാൻ പൈസ വേണം, അതിന് നോക്കാൻ ആള് വേണം, അല്ലേ? ഒരു മിഷനറിക്ക് എന്തേലും ചെലവ്. ഒരു മിസൈൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്ത് ചെലവുണ്ടെന്നറിയാമോ? പക്ഷെ ആ മിസൈൽ ഒന്ന് തൊടുത്തു വിട്ടാൽ അതെവിടെ ചെന്ന് വീഴുന്നുവോ സ്ഫോടനാത്മകമായ, വിസ്ഫോടനകരമായ ഒരു പ്രവൃത്തിയായിരിക്കും അതിൽ കൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് എന്ന് പറയുന്ന ഒരു മിസൈലിനെ ദൈവം തൊടുത്തു വിട്ടു. സ്തോത്രം. 2 കോണ്ടിനെന്റിൽ 17 രാജ്യങ്ങളിൽ അദ്ദേഹം വിസ്ഫോടനകരമായ ഒരു കാര്യം ചെയ്തു. സ്തോത്രം. 2 കോണ്ടിനെന്റ് കവർ ചെയ്ത ഒരാളാണ്. 17 രാജ്യങ്ങൾ കവർ ചെയ്ത ഒരു മിഷണറിയാണ്, ഒരു മിസൈലാണ് അപ്പോസ്തലനായ പൗലോസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ല. സ്തോത്രം. അവരെവിടൊക്കെ ചെന്ന് വീണോ, എവിടൊക്കെ ചെന്നോ, എവിടൊക്കെ പ്രസംഗിച്ചോ, എവിടെയൊക്കെ നടന്നുപോയോ, എവിടെയൊക്കെ പ്രാർത്ഥിച്ചോ, എവിടെയൊക്കെ പീഡ അനുഭവിച്ചോ, ഇന്നും വിപ്ലവകരമായ ഒരു കാര്യമാണ് അവരിൽ കൂടെ ചെയ്തെടുത്തത്. നാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സ്തോത്രം. ഏതെങ്കിലും നിലയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അതിന്റെ പിന്നണിയിൽ നിൽക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും ഈ വാക്കുകളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ക്ലാസ്സുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം.